2006 പി കെ കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്ത് കെ ടി ജലീലിനെ നേരിടുമ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ UDF-ൽ നിന്ന് ഒരു വനിതാ നേതാവ് പോലും കുറ്റിപ്പുറത്തെത്തിയിരുന്നില്ല. അന്ന് ഇടത് വലതുപക്ഷ ഭേദമന്യേ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പ്രതിഷേധവുമായി വനിതാ സംഘടനകളും പ്രവർത്തകരും സ്ത്രീ സമൂഹമാകെ തന്നെയും രംഗത്തെത്തുകയുമുണ്ടായി. ഐസ്ക്രീം സ്ത്രീപീഡനം സംബന്ധിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് റെജീന നടത്തിയ വെളിപ്പെടുത്തലുകളും അത് സ്ത്രീ സമൂഹത്തിനുണ്ടാക്കിയ അപമാനവുമായിരുന്നു ഇതിനു കാരണം. ഇപ്പോൾ കുറ്റിപ്പുറം വിട്ട് വേങ്ങരയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ജനവിധി തേടുമ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. ഐസ്ക്രീം കേസിനെ പറ്റിയുള്ള റൌഫിന്റെ വെളിപ്പെടുത്തലുകൾ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ തിരിയുമ്പോൾ വേങ്ങരയിലും UDF-ന്റെ വനിതാ നേതാക്കളാരും പ്രചാരണ രംഗത്തില്ല. ഈ സന്ദർഭത്തിലാണ് കൂറുമാറ്റത്തിന്റെ പുതിയ പേരായ സിന്ധു ജോയ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി വേങ്ങരയിലെത്തിയത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു MLA ആയി മാത്രമായിരിക്കില്ല അദ്ദേഹം ഈ മണ്ഡലത്തിൽ ഉണ്ടാകുക, അതിലും അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വ്യക്തിയാണ്. മുൻ മന്ത്രിയാണ് അദ്ദേഹം. മന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പുകളെ സംബന്ധിച്ച് കേരളത്തിലെ ജനതകൾ ഒന്നാകെ ആവേശത്തോടുകൂടി നോക്കിക്കാണുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെയോ വ്യക്തിവിരോധത്തിന്റെയോ പേരിലായിരുന്നില്ല, മറിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും അത് മായ്ക്കാൻ അധികാരത്തെ ഉപയോഗപ്പെടുത്തിയതിനുമായിരുന്നു കേരളീയ സ്ത്രീ സമൂഹം പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പ്രതിഷേധിച്ചതും പ്രതിഷേധിക്കുന്നതും. ഈയൊരു നിലപാടിനെയാണ് സിന്ധു ജോയ് എന്ന പെൺകുട്ടി തന്റെ ശരീര സാന്നിധ്യം കൊണ്ട് അപമാനിച്ചത്. ഇന്നലെ പറഞ്ഞതും ചെയ്തതുമെല്ലാം അധികാരത്തിന്റെ അപ്പക്കഷണത്തിനായി മറന്നുകളയുന്ന, ആത്മാവിനെ പോലും ഒറ്റുകൊടുക്കുന്ന പഴയ 30 വെള്ളിക്കാശ് വാങ്ങിയവന്റെ പുതിയ രൂപമാണ് താനെന്ന് സിന്ധു ജോയ് കേരളീയ സ്ത്രീ സമൂഹത്തോട് വിളിച്ചു പറയുന്നു. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം വേങ്ങരയിൽ നിന്നും R. ബിജു.